ഉത്തർപ്രദേശിലെ ഗോണ്ടയ്ക്ക് സമീപത്തുണ്ടായ ട്രെയിൻ അപകടത്തിന് പിന്നിൽ പൊട്ടിത്തെറിയെന്ന സംശയം. ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ച റെയിൽവേ അപകടത്തിൽ 4 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 25 പേർക്ക് പരിക്കേറ്റു. 6 പേരുടെ നില ഗുരുതരമാണ്. ചണ്ഡീഗഡിൽ നിന്ന് അസമിലെ ദിബ്രുഗഡിലേക്ക് പോയ ചണ്ഡീഗഡ് ദിബ്രുഗഡ് എക്സ്പ്രസിന്റെ 12 ബോഗികൾ അപകടത്തിൽ പാളം തെറ്റി. അപകടത്തിന് തൊട്ടു മുൻപ് സ്ഫോടനമുണ്ടായിട്ടുണ്ട്. എന്താണ് പൊട്ടിത്തെറിച്ചതെന്ന് വ്യക്തമല്ല. ട്രെയിൻ പാളം തെറ്റുന്നതിന് മുൻപ് പൊട്ടിത്തെറി ശബ്ദം കേട്ടതായി തീവണ്ടിയുടെ ലോക്കോ പൈലറ്റ് പറയുന്നു. സ്ഫോടനം ഉണ്ടായിട്ടുണ്ടെന്ന് യാത്രക്കാരും സ്ഥിരീകരിക്കുന്നുണ്ട്. പ്രകമ്പനത്തിൽ ബോഗികൾ കുലുങ്ങി. അങ്ങനെയാണ് പാളം തെറ്റുന്നത്. जोर से झटका लगा था, बहुत जोर से झटका लगने के बाद 2 बार फिर इधर 2 बार इधर, तीसरे बार फिर पलट गया. ചണ്ഡീഗഡ് ദിബ്രുഗഡ് എക്സ്പ്രസിന്റെ 4 AC കോച്ചുകളാണ് തലകീഴായി മറിഞ്ഞ് പാളത്തിന് സമീപത്തെ പാടത്തേക്ക് തെറിച്ചു വീണത്. ഡോക്ടർമാരുടെ സംഘവും SDRFും NDRFും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നു. ചെറിയ പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടവരെ മറ്റൊരു ട്രെയിനിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കും. ഗോണ്ടയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെ ജിലാഹി മൻപൂർ റെയിൽവേ സ്റ്റേഷനുകൾക്ക് നടുക്കാണ് അപകടമുണ്ടായത്. മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപയും ഗുരുതരമായി പരിക്കേറ്റവർക്ക് 2.5 ലക്ഷവും ധനസഹായം റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ 2 ട്രെയിനുകൾ റദ്ദാക്കുകയും 11 ട്രെയിനുകൾ വഴി തിരിച്ചു വിടുകയും ചെയ്തു. ഒഡീഷയിലെ ബാലസോർ, പശ്ചിമ ബംഗാളിലെ കാഞ്ചൻജംഗ എക്സ്പ്രസ്, ഇപ്പോഴത്തെ ഗോണ്ടയിൽ ചണ്ഡീഗഡ് ദിബ്രുഗഡ് എക്സ്പ്രസ്. ഒരു വർഷത്തിനിടെ 3 വലിയ ട്രെയിൻ അപകടങ്ങൾ, പൊലിഞ്ഞത് നിരവധി ജീവനുകളും. ഈ അവസ്ഥയിൽ വീണ്ടും ട്രെയിൻ യാത്രയിലെ സുരക്ഷിതത്വവും അപകടങ്ങളുടെ കാരണങ്ങളും പ്രതിരോധ സാധ്യതകളും വീണ്ടും ചർച്ചയാകുന്നുണ്ട്. അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.